ജെറമിയ അധ്യായം 45. ബാറൂക്കിന് സന്ദേശം. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം വർഷം നേരിയായുടെ മകനായ ബാറൂക്ക് ജെറമിയ പറഞ്ഞു കൊടുത്തതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി. ബാറൂക്ക്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു: ഞാൻ എത്ര ദുർഭകൻ! കർത്താവ് എൻ്റെ യാതനകൾക്കുമേൽ ദുഃഖം കുന്നുകൂട്ടുന്നു. നെടുവീർപ്പുകളാൽ ഞാൻ തളർന്നു, എനിക്ക് ഒരാശ്വാസവും ഇല്ല എന്ന് നീ പറഞ്ഞു. അവനോട് ഇപ്രകാരം പറയുക എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു തകർക്കുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പിഴുതെടുക്കുന്നു. ഈ ദേശത്തോട് മുഴുവൻ ഞാനിത് ചെയ്യും. നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ? ഒന്നും ആഗ്രഹിക്കേണ്ട. ഇതാ, സർവ മർത്യരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു. എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും. ജെറമിയ അധ്യായം 46. ഈജിപ്തിനെതിരെ പ്രവചനം. കർത്താവ് ജനതകൾക്കെതിരെ ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്ത വചനങ്ങൾ. ഈജിപ്തിനെക്കുറിച്ച് ജോസിയായുടെ മകനും യൂദാ രാജാവുമായ യെഹോയാക്കീമിൻ്റെ 4-ാം ഭരണവർഷം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ യൂഫ്രട്ടീസ് നദീതീരത്തെ കർക്കെമിഷിൽ വെച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ ഫറവോയായ നെക്കോയുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം. പടച്ചട്ടയും പരിചയം ധരിച്ച് യുദ്ധസന്നദ്ധരായി മുന്നേറുവിൻ. അശ്വസൈന്യമേ, കുതിരകൾക്ക് കോപ്പിട്ട് ജീനിന്മേൽ ഉറപ്പിക്കുവിൻ. നിങ്ങൾ പടത്തൊപ്പി ധരിച്ച് അണിനിരക്കുവിൻ. കുന്തം മിനുക്കുവിൻ. ഒരു സ്ത്രാണം അണിയുവിൻ. എന്താണ് ഈ കാണുന്നത്? അവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു. പടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിലോടുന്നു. സംഭീതിയാണ് എവിടെയും. കർത്താവ് അരുളി ചെയ്യുന്നു: വേഗമേറിയവന് ഓടിയകലാനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല. വടക്ക് യൂഫ്രട്ടീസ് തീരത്ത് അവർ കാലിടറി വീണിരിക്കുന്നു. നൈലിനെ പോലെ ഉയരുകയും കുലം തകർക്കുന്ന പ്രവാഹം പോലെ ഇരമ്പിക്കയറുകയും ചെയ്യുന്ന ഇവനാര്? നൈൽ കണക്കെ ഈജിപ്ത് ഉയർന്നു വരുന്നു. കുലം തകർക്കുന്ന പ്രവാഹം പോലെ തിരയടിച്ചുയരുന്നു. അവൻ പറഞ്ഞു: ഞാൻ ഉയർന്ന് ഭൂമിയെ മൂടും. നഗരങ്ങളെയും നഗരനിവാസികളെയും ഞാൻ നശിപ്പിക്കും. കുതിരകളെ മുന്നോട്ട്, രഥങ്ങളെ ഇരച്ചു കയറൂ. പടയാളികൾ മുന്നേറട്ടെ. പരിചയേന്തിയ എത്യോപ്യക്കാരും പുത്തൂരും വില്ലാളി വീരന്മാരായ ലിദിയക്കാരും മുന്നേറട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദിനമാണിത്. പ്രതികാരത്തിൻ്റെ ദിനം, ശത്രുക്കളോട് പക വീട്ടുന്ന ദിനം. അവരെ സംഹരിച്ച് വാളിന് മതിവരും. അവരുടെ രക്തം തൃപ്തിയാവോളം കുടിക്കും. ഉത്തരദിക്കിൽ യൂഫ്രട്ടീസ് തീരത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു യാഗമർപ്പിക്കുന്നു. ഈജിപ്തിൻ്റെ കന്യകയായ പുത്രി, ഗിലെയാദിലേക്ക് പോകൂ. തൈലം കയ്യിലെടുക്കൂ. നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു, എല്ലാം പാഴായിപ്പോയി. നിനക്ക് രോഗശാന്തിയില്ല. ജനപദങ്ങൾ നിന്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു. ഭൂമി മുഴുവൻ നിന്റെ നിലവിളി മുഴങ്ങുന്നു. പടയാളികൾ പരസ്പരം തട്ടിവീഴുന്നു. ഈജിപ്തിനെ ചവിട്ടിമെതിക്കാനുള്ള ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ വരവിനെക്കുറിച്ച് ജെറമിയ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുന്നു: ഈജിപ്തിൽ പ്രഖ്യാപിക്കുക. മിഗ്ദോയിലും മെംഫിസിലും തഹ്പഹൻസിലും വിളിച്ചു പറയുക: ഒരുങ്ങിയിരിക്കുവേൻ, സദാ ജാഗരൂകരായിരിക്കുവേൻ. നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം ഖഡ്ഗം ഗ്രസിക്കാൻ പോവുകയാണ്. എന്തേഫിസ് നിബദിച്ചു. നിന്റെ ആ കാളക്കൂറ്റൻ ഉറച്ചു നിൽക്കാത്തതെന്തുകൊണ്ട്? കർത്താവ് അവനെ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു. നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു. മർദ്ദകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്കും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്കും തിരിച്ചു പോകാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. അവസരം പാഴാക്കുന്ന വായാടി എന്ന് ഈജിപ്ത് രാജാവായ ഫറവോയെ വിളിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തൻ്റെ നാമത്തിൽ ശപഥം ചെയ്യുന്നു. മലകളിൽ താബോറും സമുദ്രതീരങ്ങളിൽ കാർമലും എന്ന പോലെ ഒരുവൻ വന്നു ചേരും. ഈജിപ്ത് നിവാസികളെ, പ്രവാസത്തിന് ഭാണ്ഡമൊരുക്കുവിൻ. മെംഫിസ് വിജനമായ നാശക്കൂമ്പാരമായി തീരും. ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ്. വടക്ക് നിന്ന് വരുന്ന കാട്ടീച്ച അതിനെ ആക്രമിക്കും. അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചു കൊഴുത്ത് കാളക്കുട്ടിയെ പോലെയാണ്. ഇതാ, ചെറുത്തു നിൽക്കാനാവാതെ അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു. അവരുടെ വിനാശദിനം എത്തിയിരിക്കുന്നു. അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം. സീൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ. ശത്രുസൈന്യം അവൾക്കെതിരെ വരുന്നു. മരം വെട്ടി വീഴ്ത്തുന്നവരെ പോലെ മഴവുമായി അവൾ വരുന്നു.
എത്ര നിബിഡമായിരുന്നാലും അവളുടെ വനം അവർ വെട്ടി നശിപ്പിക്കും. എന്തെന്നാൽ അവർ വെട്ടുകിളികളേക്കാൾ അസംഖ്യമാണ്. ഈജിപ്തിൻ്റെ പുത്രി ലജ്ജിതയാകും. വടക്ക് നിന്ന് വരുന്ന ജനത്തിൻ്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: തേബസിലെ ആമോനെയും ഫറവോയെയും ഈജിപ്തിനെയും അവളുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും ഫറവോയുടെ ആശ്രിതരെയും ഞാൻ ശിക്ഷിക്കും. അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും. എന്നാൽ പിന്നീട് ഈജിപ്ത് പഴയതുപോലെ ജനവാസമുള്ളതാകും. എൻ്റെ ദാസനായ യാക്കോബേ, ഭയപ്പെടേണ്ട. ഇസ്രായേലെ, പരിഭ്രമിക്കേണ്ട. ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും. യാക്കോബ് മടങ്ങി വരും. അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. എൻ്റെ ദാസനായ യാക്കോബേ, ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും. എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല. ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും. നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല. ജെറമിയ അധ്യായം 47. ഫിലിസ്ത്യർക്കെതിരെ. ഫറവോ ഗാസ പിടിച്ചടക്കുന്നതിന് മുൻപ് ഫിലിസ്ത്യരെക്കുറിച്ച് ജെറമിയാക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ, വടക്ക് നിന്ന് ജലമുയരുന്നു. അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും. ദേശവാസികളെല്ലാം വിലപിക്കും. അവൻ്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്ത്യരെ ഉന്മൂലനം ചെയ്യുകയും ടൈറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്ത്യരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി. അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്യമിൻ്റെ അവശിഷ്ട ജനമേ, എത്ര നാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിൻ്റെ വാളെ, നീ എന്ന് നിശ്ചലമാകും. നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണിനും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു. ജെറമിയ അധ്യായം 48. മോവാബ്യർക്കെതിരെ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മോവാബിനെക്കുറിച്ച് അരുളി ചെയ്യുന്നു: നെബോയ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാകിയാൽ കിരിയാത്തിയും ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മോവാബിൻ്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരിക, ഒരു ജനതയാകാതെ നമുക്കവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ, ഹൊറോണായിമിൽ നിന്ന് ഒരു വിലാപസ്വരം. ശൂന്യത, ഭീകരനാശം. മോവാബ് നശിച്ചു. സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത്ത് കയറ്റം കയറുന്നു. ഹൊറോണയും ഇറക്കത്തിൽ. അവർ നാശത്തിൻ്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ. മരുഭൂമിയിലെ കാട്ടുകഴുതയെപ്പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു. നീയും പിടിക്കപ്പെടും. കൊമേഷ് ദേവൻ പ്രവാസിയാകും, ഒപ്പം അവൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും. സമതലങ്ങൾ നശിക്കും. മോവാബിന് ചിറക് നൽകുവിൻ. അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും. അതിൽ ആരും വസിക്കുകയില്ല. കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ. വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ. മദ്യത്തിൻ്റെ മട്ട് പുതഞ്ഞ് മൊവാബ് യവനം മുതൽ സ്വസ്ഥമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല. പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിൻ്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു: പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും. ഭരണികൾ ഉടച്ചു കളയും. തങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബഥേലിനെക്കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കൊമേഷിനെക്കുറിച്ച് മൊവാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളെന്ന് നിങ്ങൾക്കെങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു: മൊവാബിൻ്റെയും അവൻ്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവൻ്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിനേൽപ്പിക്കപ്പെടുന്നു. മൊവാബിൻ്റെ നാശം സമീപിച്ചു.
അവൻ്റെ യാചന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവൻ്റെ നാമം അറിയുന്നവരെ, അവനെ ഓർത്ത് വിലപിക്കുവേൻ. അവൻ്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നല്ലോ. ദീപോൻ നിവാസികളെ, ഉന്നതത്തിൽ നിന്നിറങ്ങി വരിക, വരണ്ടു വിണ്ട നിലത്തിരിക്കുക. മോവാബിൻ്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്ത് കളഞ്ഞു. അരോവർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവനോടും ഓടി രക്ഷപ്പെടുന്നവളോടും എന്തു സംഭവിച്ചെന്ന് ആരായുക. മോവാബ് തകർന്നു, അവൾ അവമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ച് കരയുക. മോവാബ് ശൂന്യമായെന്ന് അർണോൺ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി, ഹോളോൺ, ജാഹുസ, മെഫാത്ത്, ദീബോൻ, നെബോ, ബദിത്ത്, ലത്തായിം, കിരിയാത്തിയും, ബദ്ഗാമുൽ, ബേത്മയോൺ, കെരിയോത്ത്, ബൊസ്ര ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മോവാബി നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: മോവാബിൻ്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മോവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദിയിൽ കിടന്നുരുളട്ടെ, അവനും അവമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മോവാബ് നിവാസികളെ, നഗരങ്ങൾ വിട്ടകലുവേൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവേൻ, ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവേൻ. മോവാബിൻ്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരു അഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്! അവൻ്റെ ഔദത്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: അവൻ്റെ പൊങ്ങച്ചവും പ്രവൃത്തിയും വ്യാജമാണ്. മോവാബിനെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു. മോവാബിനെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു. കിർഹരേസ്യരെ പ്രതി ഞാൻ ദുഃഖിക്കുന്നു. സിബ്ബായുടെ മുന്തിരിവള്ളി, ജാസീറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്നു ജാസർ വരെ എത്തി. നിന്റെ വേനൽക്കനികളെയും മുന്തിരിവിളകളെയും വിനാശകൻ ആക്രമിക്കുന്നു. ഫലസമൃദ്ധമായ മോവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നില്ല. ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് ഉയരുന്നത്. ഹെഷ്ബോണും എലയാലെയും നിലവിളിക്കുന്നു. യഹാസ് വരെ അവരുടെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹെറോണായും എഗ്ലാത്ത് ഷെലീഷ വരെയും അത് കേൾക്കുന്നു. നിമ്രീം ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മോവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു: എൻ്റെ ഹൃദയം ഓടക്കുഴലെന്ന പോലെ കിർഹരസ്യരെയും മോവാബ്യരെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസമുണ്ടനം ചെയ്തു, താടി ക്ഷൗരം ചെയ്തു, കരങ്ങൾ വ്രണപ്പെടുത്തി അരയിൽ ചാക്കൊടുത്തു. മോവാബിൻ്റെ പുരമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന പോലെ മോവാബിനെ അവർ ഉടച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു: മോവാബ് നിശേഷം നശിച്ചു. അവർ എത്ര വിലപിക്കുന്നു! മോവാബ് ലജ്ജിച്ച് പിന്തിരിയുന്നു. ചുറ്റുമുള്ള ആളുകളിൽ നിന്ദയും ഭീതിയും ഉളവാക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: കഴുകനെ പോലെ അതിവേഗം ഒരാൾ പറന്നുയരും. അവൻ മോവാബിനെതിരെ ചിറകുടർത്തും. നഗരങ്ങൾ അവൻ അധീനമാകും. കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ മോവാബിലെ വീരന്മാർ വേദനിക്കും. മോവാബ് നശിക്കും. അതൊരു ജനതയല്ലാതാകും. അവൻ കർത്താവിൻ്റെ മുൻപിൽ തന്നെത്താൻ ഉയർത്തിയല്ലോ. മോവാബ്യരെ, നിങ്ങളുടെ മുൻപിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും. മോവാബിൻ്റെ വർഷത്തിൽ ഞാനിവ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയവർ ഹെഷ്ബോണിൻ്റെ നിഴലിൽ ദുർബലരായി നിന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു. സീഹോൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർത്തു. കലാപകാരികളുടെ ശിരസ് തകർത്തു. മോവാബെ, നിനക്ക് ദുരിതം. കെമോഷിൻ്റെ ജനം നിർജീവമായി. നിന്റെ പുത്രന്മാർ അടിമകളായി. നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മോവാബിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെയായിരിക്കും മോവാബിൻ്റെ ശിക്ഷ.